UGC യൂണിവേഴ്സിറ്റി തർക്കത്തിൽ പെരുവഴിയിലായി 3 സംസ്ഥാനങ്ങളിലെ ലക്ഷക്കണക്കിന് ബിരുദധാരികൾ. അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയുടെ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകളിലാണ് തർക്കവും നിയമ പോരാട്ടവും. ഭാവി പ്രതിസന്ധിയിലായതോടെ UGCക്കും യൂണിവേഴ്സിറ്റിക്കുമെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. 2015 മുതൽ 2022 വരെയുള്ള കാലയളവിൽ യൂണിവേഴ്സിറ്റി നടത്തിയ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ സംബന്ധിച്ചാണ് തർക്കം. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന നിലയ്ക്ക് അണ്ണാമലയ്ക്ക് തമിഴ്നാടിന് പുറത്ത് വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾക്ക് സ്റ്റഡി സെന്ററുകൾ നടത്താൻ UGC അനുവാദമില്ല. എന്നാൽ മദ്രാസ് ഹൈക്കോടതിയുടെ അനുമതി വാങ്ങി അണ്ണാമലൈ സർവകലാശാല കേരളത്തിലും കർണാടകത്തിലും സെന്ററുകൾ ആരംഭിച്ചു. ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി 2015 മുതൽ 2022 വരെയുള്ള കാലയളവിലെ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾക്ക് അംഗീകാരം റദ്ദാക്കിയായിരുന്നു UGCയുടെ മറുപടി. കോഴ്സുകൾക്ക് അംഗീകാരം നൽകണമെന്ന് 2023 ജനുവരിയിൽ മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നും വിധി സമ്പാദിച്ചായിരുന്നു യൂണിവേഴ്സിറ്റിയുടെ തിരിച്ചടി. വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് UGC. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയും UGCയും തമ്മിലുള്ള നിയമ പോരാട്ടത്തിൽ പക്ഷേ വഴിയാധാരമായത് കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ ലക്ഷക്കണക്കിന് ബിരുദധാരികളാണ്. ബിരുദം കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുന്നവരും സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലിക്ക് കയറിയവരും PSCയും UPSC അടക്കമുള്ള ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടവരുമൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. പഠനം പൂർത്തിയാക്കി വർഷങ്ങൾ കഴിഞ്ഞ ശേഷം സർട്ടിഫിക്കറ്റുകളുടെ അംഗീകാരം നഷ്ടപ്പെട്ട് ഭാവി പ്രതിസന്ധിയിലായതോടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ഇവരും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. UGC, അണ്ണാമലൈ സർവകലാശാല, തമിഴ്നാട് സർക്കാർ എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് ഹർജി. വിദൂര വിദ്യാഭ്യാസ കോഴ്സുകളുടെ അംഗീകാരം റദ്ദാക്കിയ ശേഷം 2023ലും 2024ലും അണ്ണാമലയിലെ 27 വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾക്ക് UGC അംഗീകാരം നൽകിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. വിനീഷ്, ജനം, തിരുവനന്തപുരം.